അടുത്ത കാലത്ത് മാർപ്പാപ്പ വിശ്വാസ തിരുസംഘം മെത്രാന്മാർക്കെല്ലാം കൂടി എഴുതിയൊരു തിരുവെഴുത്തുണ്ട്, ഒരു 1.5 മാസം മുമ്പ്. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഈ കരിസ്മാറ്റിക് ശൈലിയിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും വരങ്ങളുള്ളവരെയും നയിക്കുന്നതിനെപ്പറ്റി മെത്രാന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, വരങ്ങളുള്ള വ്യക്തികളെ അവരെ വീക്ഷിക്കണം, വിലയിരുത്തണം, ഒക്കെ ചെയ്യണം. ഈ ഗ്ലോസോലാലിയ എന്നാണ് ഈ ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പറയുന്ന പരമ്പരാഗതമായ വാക്ക്. ഗ്രീക്ക ഗ്ലോസോലാലിയ. അങ്ങനെയുള്ള ഗിഫ്റ്റോട് പ്രാർത്ഥിക്കുന്നവരെ അത് മാനിക്കണം. ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് മെത്രാന്മാർക്ക് വത്തിക്കാനും നിർദ്ദേശം അടുത്ത കാലത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരിയുന്നില്ല, തിരിയേലെന്നുള്ള വചനം പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇതേപ്പറ്റി എന്നാ പറയുന്നത്? 18 വാക്യം, 1 കൊരിന്ത്യർ 16 വാക്യം. നിങ്ങളെല്ലാവരെയും കൂടുതലായി ഞാൻ ഭാഷാപരത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളെല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഭാഷാപരത്തിൽ. പക്ഷേ ഇത് സമൂഹത്തിൽ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുന്ന കാര്യമല്ല. വ്യക്തിയുടെ ഉള്ളം തമ്പുരാനോട് ചേർന്ന കാര്യമാണ്. അവിടെ സമൂഹത്തിൽ ഒരുമിച്ചായിരിക്കുമ്പം വചനം പങ്കുവെക്കുക, അതാണ് കൂടെ ശ്രദ്ധിക്കേണ്ടത്, വേണ്ടത്. എങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവരും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഭാഷാപരത്തിൽ. പക്ഷെ അന്നേരം വേറെ വല്ലതും പുറത്തു വന്ന് കയറിയാൽ നിങ്ങൾക്ക് വട്ടാന്ന് പറയും കേട്ടോ. അതും അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരേക്കാൾ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നു. വീണ്ടും 14 വാക്യം, ഞാൻ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. മനസ്സുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഭാഷാപരത്തിൽ പോകുമ്പോൾ മനസ്സ് ഓഫെന്നുള്ളതല്ല, മനസ്സ് ചിന്തിച്ച് അങ്ങനെയല്ല പോകുന്നത്. അരൂപി കത്തി ജ്വലിച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണ്. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. നമുക്ക് ഭാഷാപരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അരൂപിയെ തുറന്നു കൊടുത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് നമുക്ക് ആ ഭാഷാപരത്തെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് ഓരോ വിഷയങ്ങൾ ഈ ഭാഷാപര പ്രാർത്ഥനയിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റും, വെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ ഭാഷാപരത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചങ്ങ് നിൽക്കുമ്പം അത് അരൂപി ഇങ്ങനെ ജ്വലിച്ചങ്ങ് പോവുകയാണ്, അതെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഞാൻ മനസ്സ് ചിന്തിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് ഓരോ വിഷയങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ തമ്പുരാനിലേക്ക് പോവുകയാണ്. ഏറ്റവും പവർഫുള്ളായുള്ള പ്രാർത്ഥന അതാണ്. നമ്മൾ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാൻ പോയാൽ എവിടെ എത്തും? എത്ര കാര്യം പറയാൻ പറ്റും? ചിന്തിച്ച് ഓർത്ത് അത് അവരെ സമർപ്പിച്ച്, ഇവരെ സമർപ്പിച്ച്, ആ കാര്യം സമർപ്പിച്ച്, ഈ കാര്യം സമർപ്പിച്ച്, കുറച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തന്നെ മനസ്സ് മടുക്കും, ബുദ്ധി കഴിക്കും. ഇത് മടുക്കുകയല്ല.